ഈസി ആക്സസ് ഉള്ള കുറേ വിസ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റ്? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യാനായിരിക്കുന്നത്. നമ്മൾ പിന്നെ ഇവിടുത്തെ പിന്നെ $1 എന്ന് പറയുമ്പോൾ അവിടെ എത്തുമ്പോൾ 52,000 മറ്റോ അവിടുത്തെ സംഖ്യയായിട്ട് മാറും. അപ്പോൾ ഒരു $10 കൊണ്ടുപോകണമെങ്കിൽ വലിയൊരു കെട്ട് നോട്ടൊക്കെ അവിടെ നിന്ന് കിട്ടും. ഇറാൻ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്ന ഇറാനിയൻ ഫിലിംസാണ്, ഇറാനിയൻ സിനിമകളാണ്. അതായത് മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന, അതും റിയൽ ലൈഫ്. നമ്മളൊക്കെ പുതിയ കാലത്ത് നമ്മളെ മലയാളത്തിലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ട്രെൻഡ് വരുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതം പറയുന്ന സിനിമകൾ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന ഒന്നായിരുന്നല്ലോ ഇറാനിയൻ സിനിമകൾ എന്ന് പറയുന്നത്. UAE-യിൽ നിന്ന് ധാരാളം ആളുകൾ ഇപ്പോൾ യാത്ര പോകുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു പരിസരത്ത് നിന്നുകൊണ്ട് പോകുന്ന ഡെസ്റ്റിനേഷൻസ് നല്ല ക്വാളിറ്റിയുള്ള കുറേ സംസ്കാരങ്ങളെ, ഭക്ഷണ വൈവിധ്യങ്ങളെ, ആളുകളുടെ വസ്ത്ര വൈവിധ്യങ്ങളെ, അവിടുത്തെ സംസ്കാരത്തെയും ചരിത്രത്തെയും ഇങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റിച്ച് കൾച്ചറായിട്ടുള്ള ചില ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഡെസ്റ്റിനേഷൻസ് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ UAE-യിൽ നിന്ന് നമുക്ക് ഇന്ത്യക്കാരായ ആളുകൾക്ക് പോകാൻ പറ്റുന്ന ഈസി ആക്സസ് ഉള്ള കുറേ വിസ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്ത ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന അങ്ങനത്തെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ ലിസ്റ്റ്? സാംസ്കാരികമായിട്ടാണ് പിന്നെ നമ്മളൊരു റിച്ച്നെസ് ഫീൽ ചെയ്യുന്നത് അല്ല ചെയ്യിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യാനായിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുമായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ബന്ധങ്ങളും പിന്നെ ഭക്ഷണം, സാംസ്കാരികമായ സിമിലാരിറ്റി ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോകാൻ പറയും. കാരണം നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഭാഷ മുതൽ ഭക്ഷണം, ഡ്രസ്സ് വരെയുള്ള പല സംഗതികളുടെയും തുടക്കം ആ രാജ്യത്തു നിന്നാണ്. പക്ഷേ ഇറാൻ ഞാൻ പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറാനിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയ ഒരു കൾച്ചറുണ്ട്. അത് നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ടൂറിസ്റ്റ് ഗ്രൂപ്പുകൾ തരുന്ന ഒരു പാക്കേജുകൾക്കൊക്കെ അപ്പുറത്ത് നിങ്ങൾ അവിടെ പോയി ഇറങ്ങിയാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പണം. നമ്മൾ പിന്നെ ഇവിടുത്തെ പിന്നെ $1 എന്ന് പറയുമ്പോൾ അവിടെ എത്തുമ്പോൾ 52,000 മറ്റോ അവിടുത്തെ സംഖ്യയായിട്ട് മാറും. അപ്പോൾ ഒരു $10 കൊണ്ടുപോകണമെങ്കിൽ വലിയൊരു കെട്ട് നോട്ടൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ അവിടുത്തെ പണം, അതേപോലെ അവിടുത്തെ യാത്രകൾ. അവിടെ യാത്ര എന്ന് പറയുന്നത് പെട്രോളിന് ഒരു കുപ്പി വെള്ളത്തിൻ്റെ വില ഇല്ലാത്ത രാജ്യമാണത്. അപ്പോൾ കാറിലൊക്കെ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് യാത്ര ചെയ്യാം. ബസ്സിലാണ് ഏറ്റവും മനോഹരമായ യാത്രകൾ ഇറാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറയുന്നത് നമ്മൾ ഈ പിന്നെ നിലം തൊടാതെ ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് പോകുന്നതിന് പകരം റോഡുകളിൽ കൂടെ സഞ്ചരിക്കുക, ആളുകളെ കാണുക, പല ചെറിയ ചെറിയ ടൗണുകളിലും ഇറങ്ങിയിട്ട് ഭാഷ അറിയില്ലെങ്കിലും ആളുകളായിട്ട് ഇടപഴകാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു നാടിൻ്റെ പൾസ് കിട്ടും. അങ്ങനെ ഞാൻ യാത്ര ചെയ്ത് പോയ രാജ്യങ്ങളിൽ എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തൊരു രാജ്യമാണ് ഇറാൻ. നമ്മളിപ്പോൾ ദുബായിലൊക്കെ ഇറാൻ എന്നുള്ള ഒരുപാട് ആളുകളൂടെ വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ ഒരു ഹൈ എൻഡ് സ്വഭാവത്തിലുള്ള കുറേ മനുഷ്യന്മാരെ പലപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഇറാനിലൂടെ നിങ്ങൾ നേരിട്ട് യാത്ര ചെയ്യുമ്പോൾ അതല്ല. അവിടെ നമുക്ക് ഇപ്പോൾ ഇറാൻ്റെ ചരിത്രം നമുക്കറിയാലോ. ഒന്ന്, അത് വളരെ പ്രസിദ്ധമായ പേർഷ്യൻ ചരിത്രം, അതിൻ്റെ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അതോടൊപ്പം തന്നെ സഫവികളുടെ കാലത്തുണ്ടായിട്ടുള്ള അതുപോലെ തന്നെ ആർക്കിടെക്ചറും ഫീൽഡിലൊക്കെ നല്ല രസകരമായ കുറേ നഗരങ്ങൾ, മനോഹരമായ കുറേ നിർമ്മിതികൾ. ഇത് രണ്ടും നമുക്ക് ഒരേ സമയം അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണോ അതൊക്കെ? ഉണ്ട്. അതൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളിപ്പം ഇസ്ഫഹാൻ ഫോർ എക്സാമ്പിൾ പോയി കഴിഞ്ഞാൽ, ഇസ്ഫഹാൻ എന്ന് പറഞ്ഞ നഗരത്തെക്കുറിച്ചിട്ട് ആ നഗരം ഉണ്ടാക്കിയ കാലത്ത് അവർ പറഞ്ഞെന്താണെന്നറിയോ? ജഹാനാണത്, ലോകത്തിൻ്റെ പകുതിയാണത്. നിസ്ഫെ ജഹാനാണ് ഇസ്ഫഹാൻ ആകുന്നത്. പിന്നെ നിസ്ഫെ ജഹാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താ വെച്ചാൽ അന്ന് ലോകത്തെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്ന് ഡൽഹിയാണ്, മുഗളന്മാരുടെ ഡൽഹി. അതുപോലെ ബാഗ്ദാദ്, പിന്നെ തൈമൂറിൻ്റെ പിന്നെ സമർക്കണ്ട്. അപ്പോൾ തൈമൂറിൻ്റെ സമർക്കണ്ടിനെയും ഡൽഹിയെയും അല്ലെങ്കിൽ കൈറോനെയും ബാഗ്ദാദിനെയും ഒക്കെ തോൽപ്പിക്കുന്ന, അവിടെ ഉള്ളതിൻ്റെക്കാളും കൂടുതൽ കാര്യങ്ങളുള്ള ഒരു നഗരം ഇവിടെ പണി കഴിപ്പിക്കണം എന്നുള്ള നിലക്കാണ് അവരത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് പകുതി ഇസ്ഫഹാനിലുണ്ട്, ലോകത്തിൻ്റെ പകുതി. ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളിലും കൂടിയിട്ട്, അതായത് ഡൽഹിയിലും ഇവിടെയൊക്കെ കൂടിയിട്ട് പിന്നെ ബാക്കി പകുതി ഉള്ളൂ എന്നുള്ളതാണ് അവരുടെ കോൺസെപ്റ്റ്. അത് നിങ്ങളവിടെ പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം സമ്മതിക്കാൻ തോന്നും. കാരണം അത്ര മനോഹരമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു നഗരമാണ് ഇസ്ഫഹാൻ.
ഇനി അത് തെഹ്റാനിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും തെഹ്റാൻ ഇറാൻ്റെ തലസ്ഥാന നഗരിയാണ്. പക്ഷെ അവിടെ അങ്ങനെ കാര്യമായിട്ട് ഒരു പുതിയ നഗരം എന്നുള്ള നിലയിൽ കാര്യമായിട്ട് ചരിത്ര പാരമ്പര്യമൊന്നുമില്ല. നിങ്ങൾ ഷിറാസിലേക്ക് പോവുക, പിന്നെ ഇസ്ഫഹാനിലൂടെ യാത്ര ചെയ്യുക, കുമ്മിൽ പോവുക, യസ്ത്, മഷ്ഹദ്, അല്ലെങ്കിൽ നമ്മൾ വടക്കൻ ഭാഗത്തെ പല സിറ്റികൾ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ കൾച്ചറലായ ഒരു മാറ്റം ഫീൽ ചെയ്യാൻ പറ്റും. തബരീസ് ഷംസ് തബരീസി എന്നുള്ള പാട്ടിലൊക്കെ നമ്മൾ കേൾക്കുന്ന ആ ഒരു സൂഫി ഉസ്താദിൻ്റെ ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ പിന്നെ അത് വേറൊരു ഏരിയ തന്നെയാണത്. പിന്നെ ഈ ഇറാഖിൻ്റെ ബോർഡറുമായി ചേർന്ന് വരുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ കുർദുകളുണ്ട്. അപ്പോൾ ഈ ഭാഷയിലും സംസ്കാരത്തിലും വരുന്ന വ്യത്യാസങ്ങൾ ഇതൊക്കെ ഇറാനാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഒരു സാംസ്കാരിക പിന്നെ വ്യത്യാസം നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നല്ലത്. ഇറാൻ എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കാണുന്ന ഇറാനിയൻ ഫിലിംസാണ്, ഇറാനിയൻ സിനിമകളാണ്. അതായത് മനുഷ്യൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ പ്രതിഫലിപ്പിക്കുന്ന, അതും റിയൽ ലൈഫ്. നമ്മളൊക്കെ പുതിയ കാലത്ത് നമ്മളെ മലയാളത്തിലൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ട്രെൻഡ് വരുന്നത് എന്ന് പറഞ്ഞാൽ ജീവിതം പറയുന്ന സിനിമകൾ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന ഒന്നായിരുന്നല്ലോ ഇറാനിയൻ സിനിമകൾ എന്ന് പറയുന്നത്. ശരിയാണത്. ഇപ്പം ഞാൻ ഇറാനിലേക്ക് പോകുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞത്, എടാ ഗബ്ബെ സിനിമയുടെ ആ കുറേ വിഷ്വൽസ് നീ ഓർമ്മ ഉണ്ടോ, അതിൻ്റെ അങ്ങനത്തെ കുറേ സാധനങ്ങൾ എടുത്തിട്ട് വരണമെന്നാണ്. അപ്പം ഗബ്ബെ എന്ന് പറയുന്നത് നെയ്ത്തുകാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു ഇറാനിയൻ സിനിമയാണ്. പക്ഷെ ഇറാനിൽ എവിടെയൊക്കെയോ ഉണ്ടാവും തീർച്ചയായിട്ടും. നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ അത് കാണുന്നുണ്ട്. പക്ഷേ മലയാളക്കരയിൽ ജീവിക്കുന്ന ഒരു സാധാരണക്കാരൻ പെട്ടെന്ന് അയാളെ മനസ്സിൽ ഓർമ്മയിൽ വരുന്നത് ഇറാൻ്റെ ഈ ഒരു കൾച്ചറാണ്. അപ്പോൾ നമ്മൾ അംബരാൻ എന്ന് പറയുന്നൊരു വില്ലേജ് പോകുന്നുണ്ട് ഇറാനിൽ. അംബരാൻ നെയ്ത്തുകാരുടെ ഗ്രാമമാണ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഗബ്ബയുമായിട്ട് ചേർത്ത് വെക്കാൻ തോന്നിയ ഒരു സ്ഥലമായിരുന്നു അത്. കാരണം അവിടെ പിന്നെ നെയ്ത്തുകാരുടെ ലൈഫ്, അവരുടെ ബുദ്ധിമുട്ടുകൾ, പുതിയ കാലത്ത് ഇമ്പുരോധവും മറ്റുമൊക്കെ വന്നപ്പോൾ അവരുടെ വളരെ സവിശേഷമായ ഒരു ആർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ക്രാഫ്റ്റ്, അത് പിന്നെ സൈഡ് ലൈൻഡായിപ്പോയതിൻ്റെ പ്രശ്നങ്ങൾ, അടച്ചുപൂട്ടിയ കുറേ നെയ്ത്തുശാലകളൊക്കെ ആയിട്ട് എന്നാൽ കാണാൻ വളരെ ഭംഗിയുള്ളൊരു സ്ഥലവും. അപ്പം ഇത് ഓരോ പിന്നെ നമ്മൾ പിന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇറാനിൻ്റെ പിന്നെ ഈ സിറ്റി ലൈഫുകളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സിനിമകൾ വരുന്നുണ്ടല്ലോ. പക്ഷെ ആ സിറ്റി ലൈഫുകളിൽ കാണുന്ന മാതിരത്തെ പഴയ പഴഞ്ചൻ കാറുകളോ ഒന്നും അല്ല പലപ്പോഴും ഇറാനിലുള്ളത്. അതതിൻ്റെ ഒരു രസകരമായ അതർ സൈഡാണ്. ഇപ്പോൾ വോൾവോ ബസ്സും അല്ലെങ്കിൽ സ്കാനിയ ബസ്സും ഒക്കെ ഇറാനിലുണ്ട്. എന്നാൽ ഇറാൻ ഉപരോധം നേരിടുന്ന രാജ്യമാണ്. ഇതെങ്ങനെ ഇറാനിലെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരവില്ല. നമ്മൾ ഈ കാണുന്ന എല്ലാ മോഡേൺ ബ്രാൻഡുകളും ഇറാനിലുണ്ട്. പക്ഷെ അത് അവർ പറയുന്നത് അതൊക്കെ ബ്ലാക്കായിട്ട് ഇറാനിൽ തന്നെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റുകളാണെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത് ഡ്യൂപ്ലിക്കേറ്റുകളാണെന്നുള്ളത്. ഞാൻ പോയപ്പോൾ എനിക്ക് തോന്നിയത് അത് ബ്ലാക്കും, അതായത് അങ്ങനെ ഒരു വഴിയുണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുള്ള. അതുപോലെ തന്നെ ഇറാനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇറാന് ഫാനുള്ള ഇറാൻ്റെ ഭക്ഷണ വൈവിധ്യം ധാരാളമുള്ളൊരു സ്ഥലമാണ്. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇറാനികളുടെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറ് തീർച്ചയായിട്ടും നമ്മളെപ്പോലെ കഴിക്കുന്ന ഒരു ജനതയാണ് ഇറാനിലുള്ളത്. പക്ഷെ അവരുടെ പിന്നെ കബാബുകൾ, കോഫ്ത, പിന്നെ അങ്ങനെ സാലഡുകൾ, ഈ ഒരു ഭക്ഷണ രീതി നമുക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. ഇപ്പോൾ കോഫ്തയും കബാബും ഇല്ലാത്തൊരു പിന്നെ ഒരു പ്രദേശവും അവർക്കില്ല. എന്നാൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഉള്ള കോഫ്തകൾക്കും കബാബുകൾക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം നമ്മൾ മഷ്ഹദിൽ നിന്ന് കഴിക്കുന്ന ഒരു കബാബായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ഷിറാസിൽ കിട്ടുക. ഷിറാസിൽ അതിനകത്ത് എന്തെങ്കിലും, പക്ഷെ ആ വ്യത്യാസം എന്താണെന്ന് നമ്മളെ പുറത്തുനിന്ന് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷെ അതുണ്ട്. അതേപോലെ തെബ്രീസിലേക്ക് പോകുമ്പം കുറേ കൂടെ തുർക്കിഷ് പിന്നെ സാമീപ്യം അങ്ങോട്ട് ചെന്നുകൊണ്ട് ഭക്ഷണത്തിന് മാറ്റം വരുന്നുണ്ട്. അതിൽ അസർബൈജാൻ്റെ ബോർഡറിൽ കിടക്കുന്ന ചില പ്രദേശങ്ങളുണ്ട്. അവിടുത്തെ ഭക്ഷണത്തിൻ്റെ സ്റ്റൈൽ തന്നെ വേറെ. ഇപ്പം അവിടുത്തെ ഒരു പുഴ പിന്നെ അസർബൈജാൻ്റെ ബോർഡറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ യൂദാ തദേവുസിൻ്റെ മക്ബറയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിച്ചു. ഒരു പ്ലേറ്റ് ചോറും ഒരു മീൻ പൊരിച്ചതുമാണ് ഭക്ഷണം. ഒന്നുമില്ല, ഒരു സിമ്പിളായൊരു മീൻ പൊരിച്ചത് എനിക്ക് കൊണ്ടുത്തന്ന ഒരു പ്ലേറ്റ് ചോറും. പക്ഷേ ആ ഒരു മീൻ പൊരിച്ചത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പ്ലേറ്റ് ചോറ് മുഴുവൻ തിന്നാൻ പറ്റും. കാരണം അതിന് വളരെ സിമ്പിളായൊരു രുചിയുണ്ട്. നമ്മളെ മാതിരി മുളകും മല്ലിയും മഞ്ഞളും ഒക്കെ കൂടെ തേച്ച് പൊരിച്ചൊന്നുമല്ല, മസാലകളുടെ ഒന്നുമില്ല. പക്ഷെ നമുക്കത് കഴിച്ച് വളരെ മനോഹരമായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഭക്ഷണം. ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇറാനികൾ ഒരുപക്ഷെ ലോകത്ത് വളരെ സവിശേഷമായൊരു കൾച്ചറുള്ള ആളുകൾ തന്നെ. അതേപോലെ തന്നെ സംഗീതം വളരെയധികം ആസ്വദിക്കുന്ന ഒരു വിഭാഗമാണെന്ന് തോന്നിയിട്ടുണ്ട്. പേർഷ്യൻ ഒരുപക്ഷെ അവരുടെ ഒരു മഹത്തായ ഒരു എന്താ പറയുക, നമ്മൾ സാഹിത്യ പാരമ്പര്യം ഉള്ള ഒന്നാണല്ലോ ഈ പേർഷ്യൻ ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അത് അവരുടെ
ആ ഒരു കൾച്ചർ, അവരുടെ നൃത്തങ്ങൾ, അവരുടെ പാട്ടുകൾ, അവരുടെ കവിതകൾ, അത് അവരുടെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ യാത്രയിൽ ഫീൽ ചെയ്യുമോ, അത് കാണാൻ പറ്റുമോ? ഞാൻ നമ്മൾ പറഞ്ഞു തുടങ്ങിയ സിറ്റി ഉണ്ടല്ലോ ഇസ്ഫഹാനിലൊരു പാലമുണ്ട്. അതൊരു നമ്മളെ ഈ അണ്ടർ ദ മൂൺലൈറ്റ് എന്ന് പറയുന്നൊരു ഇറാനിയൻ സിനിമ ഉണ്ട്. അണ്ടർ ദ മൂൺലൈറ്റിൻ്റെ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഹസൻ എന്ന് പറയുന്ന, ഇങ്ങനെ എൻ്റെ ഓർമ്മ, ഒരു യുവാവ് മതപഠനം സെമിനാരിയിൽ നിന്ന് പൂർത്തിയാക്കിയിട്ട് മൂപ്പര് ബിരുദം വാങ്ങാൻ പോകുന്ന പോക്കിൽ മൂപ്പരുടെ ലോഹ ഉണ്ടല്ലോ, അത് മോഷണം പോകാം. ലോഹയും തൊപ്പിയും മോഷണം പോയപ്പം ഇവന് ബിരുദം വാങ്ങണമെങ്കിൽ ഇത് വേണം. ഇത് അന്വേഷിച്ച് ഇവൻ നഗരത്തിൽ കള്ളന്മാരും പോക്കറ്റടിക്കാരും താമസിക്കുന്ന ഒരു പാലത്തിൻ്റെ ചുവട്ടിൽ എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കള്ളന്മാരൊക്കെ കൂടെ ദൈവത്തിനൊരു സന്ദേശം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടുന്നതിനിടയിലാണ് ഇവനോട് ചെല്ലുന്നത്. കഥയുടെ ഒരു സ്വഭാവമാണ് ഈ പറയുന്നത്. ഇവൻ പഠിച്ച ആളായതുകൊണ്ട് ഇവൻ അവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന, ഒരേ സമയം പൗരോഹിത്യത്തെയും പൊളിറ്റിക്സിനെയും ഒക്കെ വളരെ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സിനിമയാണ് അണ്ടർ ദ മൂൺലൈറ്റ്. ഈ അണ്ടർ ദ മൂൺലൈറ്റിൽ നമ്മൾ കാണുന്ന ആ ഒരു പാലം ഉണ്ടല്ലോ, അതിൻ്റെ അതേമാതിരിയുള്ളൊരു സ്ഥലം ഈ ഇസ്ഫഹാനിലുണ്ട്. അവിടെ വൈകുന്നേരം ആകുമ്പോൾ നഗരത്തിലെ കവികളും പൊളിറ്റീഷ്യൻസും എഴുത്തുകാരും അങ്ങനത്തെ ആക്ടിവിസ്റ്റുകളും സ്ത്രീകളും ഒക്കെ വന്ന് വട്ടം വളഞ്ഞിരുന്നിട്ട് അവർ വിപ്ലവ ഗാനങ്ങൾ പാടും, വളരെ ഉച്ചത്തിൽ പ്രതിഷേധിക്കും. പക്ഷെ എന്താ വെച്ചാൽ ഗവൺമെൻറ് അവരൊന്നും ചെയ്യുന്നില്ല. അതായത് ഒരു സേഫ്റ്റി വാൽവ്, നിങ്ങൾക്ക് ഉള്ളിലുള്ളതൊക്കെ പുറത്തു വരാൻ ഒരു സ്ഥലമായിട്ട് അനുവദിച്ചു കൊടുത്തൊരു സ്ഥലമാണ് ഈ പാലം. ഞാനവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇപ്പം ഇറാനിൽ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന സ്ത്രീകളൊക്കെ തലമറിച്ച് പുറത്തിറങ്ങിയിട്ടില്ലെങ്കിൽ അവരെ പോലീസ് പിടിച്ചുകൊണ്ടുപോയും അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു സ്ഥലം എന്നാണല്ലോ. ഒരു തലയും മറക്കാതെ വളരെ ഈ ടീമുകളെ ചെയർ ഗ്രൂപ്പുകളൊക്കെ ലീഡ് ചെയ്തുകൊണ്ട് സ്ത്രീകൾ പാട്ടൊക്കെ പാടുന്ന ഒരു വല്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു ആ പാലത്തിനിടയിൽ ഞാൻ കണ്ടത്. ഇസ്ഫഹാനിൽ പോകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ എത്തിപ്പെടും, കാരണം അവിടുത്തെ ഒരു വളരെ ചരിത്രപ്രസിദ്ധമായൊരു സ്ഥലമാണിത്. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ സംഗീതത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ റൂഹി എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് വഴി ഞാൻ അവിടുത്തെ ഒരു ഗായകൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അയാളുടെ കഴിവെന്ന് പറയുന്നത്, മൂപ്പര് ഡ്രം പ്ലെയറാണ്. അതേസമയം അദ്ദേഹം ഈ ഇറാനിയൻ സ്ട്രിങ് ഉപകരണങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അദ്ദേഹം എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് പെർഫോം ചെയ്ത, അപ്പം നമുക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു ശിവമണി അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലൊക്കെ അദ്ദേഹത്തിന് ഇത് ഉപയോഗിക്കാനറിയാം. പക്ഷേ ആ ഇറാനിൽ എപ്പോഴത്തെ ഒരു പെർട്ടിക്കുലർ കൾച്ചറിലും മൂപ്പര അവിടുത്തെ ലോക്കൽ സംഗതികളിലും അവിടുത്തെ ലോക്കൽ സിനിമകളിലൊക്കെ ആയിട്ട് ഒതുങ്ങിപ്പോയ ഒരു കഥാപാത്രം. പക്ഷെ ഓരോ പ്രദേശങ്ങളിൽ ചെല്ലുമ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങളോട് കൂടിയുള്ള സംഗീതോപകരണങ്ങളുണ്ട്. ചെറിയ ചില നമ്മൾ ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പല ഉസ്താദന്മാരും ഖരാനമാരൊക്കെ ഉള്ളതുപോലെ അവരുടേതായ ചില വ്യത്യാസങ്ങളോട് കൂടിയുള്ള സംഗീത ശാഖകളുണ്ട്. ഇപ്പോൾ ഇറാനെ പഠിക്കുകയാണെങ്കിൽ ഇതൊക്കെ ആ രാജ്യത്തിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഈ പത്രമാധ്യമങ്ങളിലൂടെ ഇറാനെ മനസ്സിലാക്കുന്ന കേൾക്കുന്ന ഒരാളുടെ മനസ്സിലുള്ളൊരു ഇമേജും നിങ്ങളിപ്പോൾ പറയുന്നതിലുള്ള ഇമേജും തമ്മിലുള്ളൊരു വ്യത്യാസം വളരെ വലുതാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു നിങ്ങൾ നേരത്തെ പറഞ്ഞ ജേർണലിസ്റ്റിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് തന്നെ പറഞ്ഞതുപോലെ, ഒരു സ്ഥലത്തെത്തി ആ നാട്ടിലെ ജനങ്ങളെ അനുഭവിക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും അവരെ മനസ്സിലാവുന്നുള്ളൂ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന ഒരു ഇമേജ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് പത്രമാധ്യമങ്ങളൊക്കെ നമുക്ക് തരുന്ന ഒരു ഇറാനിൻ്റെ ഒരു ഇമേജ് ഉണ്ട്. അപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഇമേജ് ശരിയാണോ എന്ന് പറഞ്ഞാൽ, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ്, നമ്മൾ പുറത്ത് വരുന്ന ട്രാവലേഴ്സിനോട് ഫ്രണ്ട്ലി ആയിട്ടാണോ, അവർ സപ്പോർട്ടീവ് ആണോ, അല്ല അവിടുത്തെ നമ്മൾ പുറത്തുനിന്നൊക്കെ കാണുന്ന പോലെ അത്രയും ഒരു ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ഒരു നാടും മനുഷ്യന്മാരും, അങ്ങനത്തെ ഒരു ഫീലാണോ ഉണ്ടായിട്ടുള്ളത്? എന്നൊന്നും പറയാൻ പറ്റില്ല. പ്രയാസങ്ങൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. കാരണം സാമ്പത്തികമായിട്ട് ഈ ഉപരോധം കാരണം നട്ടലൊടിഞ്ഞൊരു രാജ്യമാണ്, അത് തീർച്ചയായിട്ടും അത് ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ ഒരു 5 പൈസ പോക്കറ്റിൽ നിന്ന് ചിലവാക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറാനിൽ ജീവിക്കാം. രണ്ടാളെ പരിചയപ്പെടുക ഒരു നഗരത്തിൽ ചെല്ലുമ്പോൾ ഉടനെ അവർ നിങ്ങളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചുകൊണ്ടു. അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നിങ്ങളൊരു ബസ് കയറുകയാണെങ്കിൽ അടുത്ത ബസ്സിലൊക്കെ സീറ്റിലൊക്കെ ആളുകൾ ഉണ്ടാവില്ല. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ ഉടനെ അവരെ കയ്യിൽ നമുക്ക് തരും. ഇത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. കാറിലോ അല്ലെങ്കിൽ മറ്റു ഷെയറിംഗ് ടാക്സികളിലോ യാത്ര ചെയ്യുമ്പം, ഇപ്പം ഞാനൊരിക്കൽ തബരീസിൽ നിന്ന് യാത്ര ചെയ്യാണ് ഷെയറിംഗ് ടാക്സിയിൽ എർദാബിലേക്ക്. അപ്പം എൻ്റെ കൂടെ ഉള്ളതൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ MA വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവൻ സ്വാഭാവികമായിട്ട് അവൻ്റെ ഫാദർ അവനെ എടുക്കാൻ വേണ്ടിയിട്ട് എർദാബിൽ കാത്തിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തോട് വിവരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കൂടെ 2 ഇന്ത്യക്കാരുണ്ടെന്നുള്ളത്. അപ്പം ഞങ്ങൾ എർദാബിൽ ചെല്ലുമ്പോൾ കാണുന്നത് അവൻ്റെ ഉപ്പയും ഉമ്മയും ഞങ്ങളെയും കൂടെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുക. എന്നിട്ട് ഞങ്ങളെ ആ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി അവരുടെ കാറ് കയറ്റി ഞങ്ങളെ ഹോട്ടലിൽ കൊണ്ടുപോയി വിടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വാഭാവികമായിട്ടൊരു പിറ്റേന്ന് രാവിലെ 8 മണിയായപ്പോൾ അയാൾ കാറുമായിട്ട് ഹോട്ടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡയറക്ടറാണ്.
ആ. വളരെ വലിയ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ മൂപ്പർ അന്ന് ലീവ് എടുത്തു. കാരണം നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്ന അതിഥികളാണ്, നിങ്ങളെ ഞാനാണ് നോക്കേണ്ടത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പിന്നെ ഞങ്ങൾ നഗരം മുഴുവൻ കറങ്ങുന്നത്. ഭക്ഷണം അദ്ദേഹം വാങ്ങിത്തരുന്നു, അദ്ദേഹം ഞങ്ങളെ കൊണ്ടുവന്നു. പിറ്റേന്ന് മൂപ്പർക്ക് ലീവ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കാറുമായിട്ട് ആ മകനെ ഏൽപ്പിച്ചു. പിന്നെ അവനാണ് ആ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആ പ്രദേശം കൊണ്ട് കാണിക്കുന്നത്. ഇത് ഇറാനികളുടെ ഒരു രീതിയാണ്. നിങ്ങളവിടെ പോയി കഴിഞ്ഞാൽ അവരോളം ആതിഥേയ മര്യാദ ഉള്ളൊരു ജനത ഞാൻ എൻ്റെ യാത്രകളിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല. UAE-ന്ന് ഇറാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പോകാൻ പറ്റിയ റൂട്ട് ഏതൊക്കെയാണ്? ഫ്ലൈറ്റ് മാർഗം മാത്രമാണോ പോകാൻ പറ്റുക? ബൈ റോഡാണോ പോകാൻ പറ്റുക? ധാരാളം UAE-ന്ന് ട്രാവലേഴ്സ് ഈ അടുത്ത് നമ്മൾ ബൈ റോഡ് ഒരു വണ്ടികളായിട്ടൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് പോകാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഫ്ലൈറ്റ് മാത്രമാണോ, മറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണോ? ഇറാനിലേക്ക് വണ്ടികളായിട്ട് പോവാം. നമ്മൾ ബർദുബയിലൊക്കെ അതിൻ്റെ ഓഫീസുണ്ട്. അവിടെ പോയിട്ട് വണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഈ ഉരു പോകുന്നുണ്ടല്ലോ, ലോഞ്ചുകളിൽ വണ്ടിയായിട്ട് പോകാം. പക്ഷേ ആ വണ്ടിക്കൊരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അത് അല്പം തമാശയായിട്ട് തോന്നും. 2000 cc കുറഞ്ഞ വാഹനങ്ങളെ ഇറാനിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഇറാനിൽ പോയപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ എന്താ അങ്ങനെയാണ്. ഇറാൻ്റെ പോലീസിൻ്റെ കയ്യിലുള്ള വാഹനങ്ങളൊക്കെ 2000 cc താഴെയുള്ളതാണ്. അപ്പോൾ ചേസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവരുത് എന്നാണ് ഒരാൾ പറഞ്ഞ കാരണം. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. പക്ഷേ ഇറാനിൽ പൊതുവെ പോലീസിൻ്റെ വാഹനങ്ങളൊന്നും ഇവിടുത്തെ പോലെ അത് ഹൈഫൈ വാഹനങ്ങളിൽ പോലീസുകാരെ കണ്ടിട്ടില്ല. അത് നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പിന്നെ ഫെറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം. നേരത്തെ ഇറാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വിസ എടുക്കേണ്ടിയിരുന്നു. വിസ എടുക്കാൻ വേണ്ടി നമ്മുടെ ഇറാനിയൻ ഹോസ്പിറ്റലിൻ്റെ ആ ഭാഗത്തുള്ള ഒരു എംബസി ഉണ്ട് അവരുടെ, ഷെയ്ഖ് സായിദ് റോഡിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്ന റൂട്ടിൽ. ആ എംബസിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്ത് വിസ വാങ്ങിയിട്ട് വേണം പോകാൻ. പക്ഷേ ഇപ്പോൾ അത് വേണ്ട, ഇന്ത്യക്കാർക്ക് ഓൺ അറൈവലാണ്. നേരത്തെയും നമ്മൾ വിസയായിട്ട് പോവുകയാണെങ്കിലും യാത്ര വളരെ എളുപ്പമാണ്. കാരണം നമ്മളെ പാസ്പോർട്ടിൽ സീലടിക്കുകയൊന്നും ചെയ്യില്ല. നമ്മളവിടെ ഇറങ്ങുമ്പോൾ അവരവിടുത്തെ സിസ്റ്റത്തിൽ രേഖപ്പെടുത്തും, തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഔട്ടായി എന്നുള്ളതും രേഖപ്പെടുത്തും. പക്ഷേ അത് പ്രത്യേകിച്ചൊരു വലിയ കാര്യമൊന്നുമില്ല. കാരണം നിങ്ങൾ ഈ വിമാനത്തിലേക്ക് ഇവിടുന്ന് ബോർഡായി കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ആ നെറ്റ്വർക്കിൽ അത് നിങ്ങൾ പോയി എന്നുള്ളതൊക്കെ അറിയും. അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഫെറിക്കിയുടെ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് അത് ആ ഒരു കുറച്ചും കൂടെ യാത്ര ഫ്രണ്ട്ലി ആയ ആളുകൾക്ക് സ്വന്തം വാഹനമായിട്ടൊക്കെ പോയിട്ട് ഇറാനിലൂടെ യാത്ര ചെയ്തിട്ട് വരാം. പിന്നെ വിമാനങ്ങൾ ഇവിടുന്ന് ഒരുപാട് നഗരങ്ങളിലേക്കുണ്ട് തോന്നുന്നു. ഷിറാസിലേക്കുണ്ട്, പിന്നെ തെഹ്റാനിലേക്കുണ്ട്, മഷദിലേക്കും അടക്കം വിമാനങ്ങൾ പോകുന്നുണ്ട്. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും തെഹ്റാൻ ബേസ് ചെയ്തുകൊണ്ട് മറ്റ് സിറ്റികളിലേക്ക് പോയി വരുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കാരണം ഒരുപാട് വിമാനങ്ങളും കുറച്ചും കൂടെ യാത്രാ ചെലവ് കുറവും തെഹ്റാനിലേക്കാണ്. വാഹനം കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ബന്ദർ അബ്ബാസ് പോർട്ടിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്തൊരു ഓഫീസുണ്ട്. അവിടെ പോയിട്ട് ഇതിൻ്റെ കസ്റ്റംസ് ക്ലിയറൻസ് നടത്തി തിരിച്ച് വന്നിട്ട് വേണം വണ്ടി അവിടെ നിന്ന് എടുത്തിട്ട് പോകാൻ. അപ്പോൾ അതൊരു 3-4 മണിക്കൂർ നേരത്തെ ഒരു ചെറിയൊരു പണി അവിടെ ഉണ്ടാവുന്നു മാത്രം. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്ക് എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.